യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കുന്നത്. ചെറിയൊരു കാര്യമായി കാണുന്നില്ല, ഇത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ സമയം തന്നെയാണ്. എത്രയോ അമ്മമാരും എത്രയോ അപ്പച്ചന്മാരും എത്രയോ യുവാക്കൾ, യുവതികൾ, കുഞ്ഞുങ്ങൾ താല്പര്യത്തോടെ സന്തോഷത്തോടെയാണ് ഈ വചനം കേൾക്കുന്നത്. ഈ വചനം കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഒത്തിരി അഭിമാനത്തോടെ കാണുകയാണ്. എല്ലാ യുവതി യുവാക്കളെയും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. ഈ വചനം കേൾക്കാൻ നിങ്ങൾ മനസ്സ് കാണിച്ചതിന് നന്ദി. ഈ വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതം ഇരുളടഞ്ഞ ഒരു അധ്യായമാകത്തില്ല, അതൊരനുഗ്രഹമുള്ള ഒരു ജീവിതമായി മാറുന്നത് നിങ്ങൾക്ക് തന്നെ അത് അനുഭവിക്കാൻ പറ്റും. പ്രതീക്ഷയോടെ ഇരിക്കാം. ഒത്തിരി നല്ല കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. ഇങ്ങനെയൊന്ന് വിശ്വസിച്ച് വരുന്ന ആളുകളിൽ ഞാനൊരു അത്ഭുതം കാണുമെന്ന് വിശ്വസിക്കുന്നു. വരുന്ന ആളുകളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വചനത്തിലൂടെയാണ് ദൈവം അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത്. വചനത്തിലൂടെ ദൈവം അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. വചനത്തിലൂടെ ദൈവം വഴികളെ തുറക്കും, വാതിൽ തുറക്കും, സൗഖ്യം തരും. പ്രതീക്ഷയോടെ ഇരിക്കാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ ഈ വചനം കേൾക്കുമോ? യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്നു പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി. ആരുടെ വീട്ടിൽ നിന്ന്? സിനഗോഗിൻ്റെ അധികാരി, വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. ഈ വ്യക്തി ഇപ്പോൾ എവിടെയുണ്ട്? ഈ വ്യക്തി ഇപ്പോൾ യേശുവിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്തും വലിയ അധികാരികൾ പോലും പ്രാർത്ഥിക്കാനായി വരുമായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ വീട്ടിലുള്ള ചില ആളുകൾ വന്ന് പറഞ്ഞത്, സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്നു പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു. ഗുരുവിനെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ട. നമ്മളും ചില കാര്യങ്ങളെ ഓർത്തിട്ട് പറയില്ലേ, ഇനി അത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇനി അതൊന്ന് നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ഇനി അത് ശരിയാവൂന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ലേ ഇവരും പറഞ്ഞത്. ഗുരുവിനെ ഇനി ബുദ്ധിമുട്ടിക്കണ്ട, സാർ അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, വേഗം വീട്ടിലേക്ക് വാ, കൊച്ചു മരിച്ചു പോയി, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം, ശവടക്ക് തീരുമാനിക്കണം, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കണം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, സാർ അവിടെ നിന്നിട്ട് കാര്യമില്ല, സാറ് വേഗം വീട്ടിലേക്ക് വാ. അതാ വീട്ടിൽ നിന്ന് കുറച്ച് പേര് വന്ന് പറഞ്ഞത്. നമുക്കും ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും തോന്നും, നമ്മളോട് ചിലർ പറയും, ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, ഇനി അതൊന്നും ശരിയാവൂല, നീയൊക്കെ മനസ്സിലാക്കി മുന്നോട്ടങ്ങ് പോയാൽ മതി. അപ്പോൾ യേശു എന്നാ പറഞ്ഞത്? അയ്യോ മരിച്ചു പോയോ, കുറച്ചുകൂടെ നേരത്തെ പറയത്തില്ലായിരുന്നു, ഞാൻ എന്തേലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നല്ലോ. ഇങ്ങനെയല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് ഇത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു. നമ്മളങ്ങനെ ഒരു മരിച്ച വിവരം കേട്ടാൽ പെട്ടെന്ന് പറയുന്ന, അയ്യോ കഷ്ടമായിപ്പോയി, എന്നാ പറ്റിയതാ, പെട്ടെന്ന് നമ്മളെ പെട്ടെന്ന് വായിൽ വരുന്ന അയ്യോന്നാ. ഈ വിവരം കേട്ടപ്പോൾ യേശു അയ്യോ എന്നാ പറ്റി നല്ല ചോദിച്ചത്. യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നീ വിശ്വസിക്കുക. ഇനി എന്നാ വിശ്വസിക്കാനാ? ഇനി വിശ്വസിച്ചിട്ട് എന്ത് കാര്യം? ഇനി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? ഇനി പ്രാർത്ഥിച്ചാൽ ഈ കാര്യമൊക്കെ ശരിയാവുമോ? യേശു പറയുന്നു, ഭയപ്പെടേണ്ട. എല്ലാം കൈവിട്ടു പോയി എന്നാണോ തോന്നുന്നത്? കയ്യിൽ നിന്ന് പോയി, എല്ലാം നഷ്ടപ്പെട്ടു, ഇനിയൊരു തിരിച്ചുവരവില്ല എന്നൊക്കെയാണോ തോന്നുന്നത്? യേശു പറഞ്ഞ വാക്ക് ഒറ്റപ്പെട്ട ഒരു സംഭവമായി ഒരാളോട് മാത്രം പറഞ്ഞതല്ല. ഇനി ഈ വചനം കേൾക്കുന്ന നിന്നോടും പറയുക, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമ്മളിത് കേട്ടാൽ, നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ അവർ പറയും, നീ നിന്റെ പണി നോക്ക്, കുറേ വിശ്വാസം വന്നിരിക്കുന്നു, കുറേ പ്രാർത്ഥന വന്നിരിക്കുന്നു, കുറേ ശുശ്രൂഷകർ വന്നിരിക്കുന്നു. യേശു പറഞ്ഞു, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അങ്ങനെ യേശു അവരുടെ കൂടെ വീട്ടിൽ ചെന്നപ്പോഴും കാണുന്നത് മരിച്ച് പെട്ടി കിടക്കുന്ന ഒരു കൊച്ചിനെയാണ്. എഴുതിയിട്ടുണ്ട് 39-ാമത്തെ വാക്യം,
അകത്തു പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു, എന്തിനാണ് ബഹളം വയ്ക്കുകയും കരയുകയും വിലപിക്കുകയും ചെയ്യുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അടുത്ത 41-ാമത്തെ വാക്യം, അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ബാലികയെ എഴുന്നേൽക്കുക എന്നർത്ഥമുള്ള തലീത്താക്കുമെന്ന് പറഞ്ഞു. തൽക്ഷണം ബാലിക എഴുന്നേറ്റു നടന്നു. അവൾക്ക് 12 വയസ്സുണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്ന വിഷയം എന്തെങ്കിലും ഉണ്ടോ നിൻ്റെ ജീവിതത്തിൽ? ആ വിഷയത്തിൽ യേശു ഇന്ന് തൊടും. ആ ബാലികയുടെ കയ്യിൽ യേശു പിടിച്ചിട്ട് പറഞ്ഞു, ബാലികയെ എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള തലീത്താക്കും എന്ന് പറഞ്ഞു. ബാലിക എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സുണ്ടായിരുന്നു. ഒരു നിമിഷം നിങ്ങളും പ്രാർത്ഥിച്ചേ. ഈ വിഷയങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ഇനി എന്തു ചെയ്യും, ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും, എൻ്റെ മക്കൾ രക്ഷപ്പെടുമോ, ഈ സ്ഥലം വിൽക്കുമോ, എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമോ, എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നോ? ആ പ്രശ്നത്തെ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ആ പ്രശ്നത്തെ, ആ പ്രതിസന്ധിയെ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക് ഇപ്പോൾ തന്നെ. ദൈവമേ, എൻ്റെ ഈ വിഷയത്തെ എല്ലാം അവസാനിച്ചു എന്നാണ് എൻ്റെ ബുദ്ധി പറയുന്നത്, നാട് പറയുന്നത്, നാട്ടുകാർ പറയുന്നത്, പ്രിയപ്പെട്ടവർ പറഞ്ഞത്. ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ആ വിഷയത്തെ നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. കഴിഞ്ഞ നിമിഷം വരെ, തൊട്ടു മുമ്പ് വരെ ഒരു പെട്ടിയിൽ, ശവപ്പെട്ടിയിൽ കിടക്കുന്ന കുഞ്ഞിനെയാണ് കണ്ടതെങ്കിൽ, യേശു അവരുടെ കയ്യിൽ പിടിച്ചപ്പോൾ പെട്ടിയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ അല്ല ആ ജനം കണ്ടത്. നടക്കുന്ന, ഓടുന്ന, ഭക്ഷണം കഴിക്കുന്ന, ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു കുഞ്ഞിനെയാണ് കണ്ടത്. ഈ കുറച്ച് നിമിഷം വരെ നീ കണ്ടതെന്താ? നോക്കുമ്പോൾ നിരാശയോടെ കണ്ടതായിരിക്കും. പ്രതീക്ഷയൊന്നും ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലെന്നായിരിക്കും തോന്നിയത്. അത് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത നിമിഷം മുതൽ നീ അറിഞ്ഞോ ദൈവം നിന്റെ കയ്യിൽ പിടിച്ചത്? അത് ഏൽപ്പിച്ചു കൊടുത്ത നിമിഷം തൊട്ട് നീ അറിഞ്ഞോ ആ ദൈവം നിന്റെ കയ്യിൽ പിടിച്ചത്, നിന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചത്? ദൈവം നിന്നെ ചേർത്ത് പിടിച്ചത് ഇന്ന് അനുഭവിക്കാൻ കഴിയട്ടെ. ദൈവം നിന്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചത് ഇന്ന് അനുഭവിക്കാൻ കഴിയട്ടെ. അന്ന് അനുഭവിച്ച അതേ അനുഭവം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമേ. ദൈവമേ, എന്നെ ചേർത്ത് പിടിക്കണമേ. ഞാൻ ആകെ തകർന്നിരിക്കുന്ന ഒരാളാണ്, ഒറ്റപ്പെട്ടയാളാണ്. എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും ഇഷ്ടമില്ലെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എന്നെ ആർക്കും വേണ്ട, എന്ത് ചെയ്താലും എനിക്ക് കുറ്റവും കുറവും മാത്രമേ ഉള്ളൂ. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നൊരവസ്ഥയുണ്ട്. എൻ്റെ വീട്ടിൽ എനിക്കൊരു സമാധാനം, ഒരു നല്ല വാക്ക് പറയാൻ ഒരാളില്ല, ഒരു പ്രോത്സാഹനമുള്ളൊരു വാക്ക് പോലും പറയാൻ ആളില്ല. ഞാനിങ്ങനെ ഉള്ളിൽ ഒതുക്കി ജീവിക്കുവാണ്. എൻ്റെ കയ്യിൽ മുറുക്കെ പിടിക്കണമേ, എൻ്റെ കയ്യിൽ ബലമായി പിടിക്കണമേ, എന്നെ അങ്ങ് സഹായിക്കണമേ. കഴിഞ്ഞ നിമിഷം വരെ കണ്ടത് പെട്ടിയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെയാണെങ്കിൽ പിന്നീട് അവിടെ കണ്ടത് നടക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന, ആരോഗ്യത്തോടെയുള്ള ഒരു കുഞ്ഞിനെയാണ് അവർ കണ്ടത്. ഇന്ന് കാണാൻ പോകുന്നത് ഒരു അത്ഭുതമായിരിക്കട്ടെ. ദൈവവചനം കേട്ട ഈ നിമിഷം മുതൽ നീ കാണാൻ പോകുന്നത് ഒരു അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥിച്ച ഈ നിമിഷം മുതൽ നീ കാണാൻ പോകുന്നത് ഒരു അത്ഭുതമാകട്ടെ. പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം മുതൽ നീ കാണുന്നത്, നിന്റെ കണ്ണിൽ കാണുന്നത് ഒരു അനുഗ്രഹമാകട്ടെ, ഒരു അത്ഭുതമാകട്ടെ. പലരും പലതും പറയും, ഇനി പ്രാർത്ഥിക്കണ്ട, ഇനി വചനം കേൾക്കണ്ട, ഇതൊക്കെ വേറെ പണിയില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഒരു അമ്മയോട് തൻ്റെ മകൻ പറഞ്ഞു, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? അമ്മ എന്തിനാ എപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത്? അവിടെ എന്നെ പൈസ കിട്ടുമോ, അവിടെ പണം കിട്ടുമോ, എന്തിനാ സമയം കളയുന്നത്? അങ്ങനെ ചോദിച്ച് വിമർശിച്ച് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന മകൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുത വഴികളെ ദൈവം തുറന്നപ്പോൾ, ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ കുറേ വെള്ളിയാഴ്ചകളിൽ ഞാൻ ഈ പ്രസംഗിക്കുന്ന ഹാളിൽ അവനെ ഞാൻ കണ്ടു. അതൊരു അത്ഭുതമാണ്. അവൻ്റെ ജീവിതത്തിൽ വഴി തുറന്നപ്പോഴാണ് മനസ്സിലായത്, ദൈവം തൊട്ടാൽ ഈ നിമിഷം വരെ കണ്ടത് ഒന്നാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം കാണാൻ പോകുന്നത് ദൈവം ചെയ്തൊരു അത്ഭുതമായിരിക്കും. തൊട്ടടുത്ത നിമിഷം ഒരു അത്ഭുതം കാണാൻ ഭാഗ്യം ഉണ്ടാകട്ടെ. തൊട്ടടുത്ത നിമിഷം പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയ ഒരു അനുഭവം ഉണ്ടാകട്ടെ. ഇതിനെല്ലാം കാരണമായതെന്നറിയാമോ? ആ സിനഗോഗ് അധികാരി പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിച്ചതാ. ആ സിനഗോഗ് അധികാരി തിരക്കുള്ള മനുഷ്യനാ, നാട്ടിൽ വലിയ വലിയ ആളുകളെ പരിചയമുള്ള ആളാ. പക്ഷെ എന്നാലും ഓടി വന്നത് പ്രാർത്ഥിക്കാൻ യേശുവിൻ്റെ അടുത്താ. എത്ര തിരക്കുള്ള ആളാകട്ടെ, എത്ര VIP ആയിക്കൊള്ളട്ടെ, എത്ര വലിയ ആളായിക്കോട്ടെ, പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിച്ചാൽ നിന്റെ വിഷയത്തെ ദൈവം ഏറ്റെടുക്കും. തൊട്ടടുത്ത നിമിഷത്തിൽ ഒരു അത്ഭുതത്തെ കാണുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ കുടുംബത്തെ അനുഗ്രഹിക്കണം. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ അനുഗ്രഹമാകണം. ഇവരുടെ കുടുംബം അനുഗ്രഹമാകണം. ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടണം. ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ഇവരുടെ ജീവിതം അനുഗ്രഹമാകണം. നല്ല കാര്യങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം. തൊട്ടടുത്ത നിമിഷത്തിൽ ദൈവം കൈപിടിച്ചതിൻ്റെ അടയാളങ്ങൾ കാണാൻ കഴിയണം. നിങ്ങളുടെ കുടുംബത്തിന് ആ വീട് പണി പൂർത്തിയാകണം. ആ വിവാഹം നടക്കണം. ദൈവാനുഗ്രഹം കൊണ്ട് ആ ജോലിയുടെ മാർഗം തെളിഞ്ഞു കിട്ടണം. ആ പഠിച്ചു തുടങ്ങിയ കാര്യം വിജയിക്കാൻ പറ്റണം.
നല്ല മാർക്കോടെ വിജയിക്കാൻ പറ്റണം. നിങ്ങൾ രക്ഷപ്പെടണം. നിങ്ങളിലൂടെ നിങ്ങളുടെ വീട് രക്ഷപ്പെടണം. ആ സിനഗോഗ് അധികാരിയെ പോലെ ആ വീട്ടിൽ നിന്ന് ഒരാൾ യേശുവിൻ്റെ അടുത്ത് വന്നതാ ആ വീടിനകത്തൊരു വിടുതലുണ്ടാകാൻ കാരണം. നിങ്ങളും തിരക്കുണ്ട്, ജോലിയുണ്ട്, പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ കുറച്ചു നേരം വചനം കേൾക്കാൻ തയ്യാറായ നിന്നിലൂടെ നിൻ്റെ വീടിനകത്ത് വിടുതലുണ്ടാവും. നിന്നിലൂടെ നിൻ്റെ വീടിനകത്ത് അനുഗ്രഹം കയറി വരും. നിന്നിലൂടെ നിൻ്റെ വീടിനകത്ത് സൗഖ്യമുണ്ടാകും. അത്ഭുതങ്ങൾ സംഭവിക്കും. വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്തവർ, വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. അവരുടെ മനസ്സ് മാറാൻ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. ദൈവമേ, ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് എൻ്റെ പിള്ളേരുടെ വിവാഹവും നടന്നിരുന്നെങ്കിൽ, അവരുടെ കാര്യമൊന്ന് സെറ്റിലായിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എൻ്റെ മകൻ സന്തോഷത്തോടെ അല്ലല്ലോ കഴിയുന്നത് എന്നോർത്ത് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവം ഇടപെടുന്നേ. തൊട്ടടുത്ത നിമിഷം ചില അത്ഭുതങ്ങൾ നിങ്ങൾ കാണുന്നേ. നിങ്ങൾ കാണും. ആ വീട്ടിൽ അലറിക്കാറിയവർ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങൾ കണ്ടു. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചവർ, നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞവർ, നിങ്ങളിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണും. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ശരീരത്തിൻ്റെ അകവും പുറവും കാത്തുകൊള്ളണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാന ഐശ്വര്യവും തരണമേ. വിശ്വാസത്തിൽ വളരാൻ, വചനത്തിൽ വളരാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ആരാധിക്കുന്ന ഒരു തലമുറയെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം ഈ വചനം സാധ്യമാർക്ക് അയച്ചു കൊടുക്കണം. ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് 7 ആശീർവാദത്തോടെയുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണം. രാവിലെ 8:15 നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് 7 ആശീർവാദത്തോടെയുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ പേര് പറഞ്ഞ് അവരുടെ ആവശ്യങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാവുന്നതാണ്. ആ പേര് പറഞ്ഞ് നിയോഗം സമർപ്പിച്ച് 7 ആശീർവാദത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. നിങ്ങൾക്കതിൽ പങ്കെടുക്കാവുന്നതാണ്. അനുഗ്രഹമാണ്. നിങ്ങളുടെ പേര് അതിനകത്തില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ കേൾക്കുന്ന സ്ഥലത്തിരുന്ന് എൻ്റെയും കൂടെ ആ പേര് അതിനകത്തൊന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക. ഒരുമിച്ചൊരു അനുഗ്രഹമാക്കി മാറ്റാം. ദൈവത്തിൻ്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നാളെയും 5:30 കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ.